ധർമ്മസ്ഥലയിൽ പെൺകുട്ടികളെയും സ്ത്രീകളെയും കൊന്നു കുഴിച്ചുമൂടി എന്നുള്ള വെളിപ്പെടുത്തലും തുടർന്നുണ്ടായ സംഭവവികാസങ്ങളും വലിയ വിവാദമായിരുന്നു. ഇപ്പോൾ ആ കേസുമായി ബന്ധപ്പെട്ട് പുതിയൊരു ഡെവലപ്മെൻറ്റിലേക്ക് കടക്കുകയാണ്. ആ കേസിൽ നിർണായകമായ ചില കാര്യങ്ങൾ കണ്ടെത്തുകയും പുറത്തെത്തിക്കുകയും ചെയ്ത മനാഫിനെതിരെ കർണാടക പോലീസ് ഇപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുന്നു. നാളെ ഹാജരാവാനുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. മനാഫ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. എപ്പോഴാണ് ഈ നോട്ടീസ് കയ്യിൽ കിട്ടിയത്? ഇന്നലെ രാത്രി വിളിച്ച് ഇന്ന് രാവിലെ നോട്ടീസ് കൈ കിട്ടി. നാളെ ഹാജരാകുമോ? നാളെ ഹാജരാവില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ഓണാണ്. ഞാൻ തിങ്കളാഴ്ച ഹാജരാവുള്ളൂ. ഏതാണ്ട് 10ലേറെ വകുപ്പുകളാണ് ആ കേസിൽ ചുമത്തിയിരിക്കുന്നത്. വ്യാജരേഖ ചമയ്ക്കൽ, ചമച്ച വ്യാജരേഖ ഉപയോഗപ്പെടുത്തൽ തുടങ്ങിയ നിരവധി കേസുകൾ ഇത് സംബന്ധിച്ചുണ്ട്. എങ്ങനെയാണ് ഈ കേസിനെ അഭിമുഖീകരിക്കാൻ പോകുന്നത്? തീർച്ചയായിട്ടും ഞാൻ നിയമപരമായി തന്നെ ഇതിനെ നേരിടും. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ഒന്നും മറച്ചു വെക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കൃത്യമായ കാര്യങ്ങളാണ് ജനങ്ങളോട് പറഞ്ഞതും ഈ സമൂഹത്തിനോട് പറഞ്ഞതും. അതിലൊരു യാതൊരു തരത്തിലുള്ള മാറ്റവും ഇല്ല. തീർച്ചയായിട്ടും ഇത് നിയമപരമായിട്ട് തന്നെ നമ്മൾ നേരിടും. ആ നോട്ടീസിൽ പതിവില്ലാത്തൊരു കാര്യം കൂടി സൂചിപ്പിച്ചിട്ടുണ്ട്. നേരിട്ട് ഹാജരായിട്ടില്ലെങ്കിൽ അത് സംബന്ധിച്ചുള്ള ക്രിമിനൽ പ്രൊസീജിയറിൻ്റെ ഭാഗമായുള്ള നടപടികൾ ആരംഭിക്കുമെന്ന്. തീർച്ചയായിട്ടും ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ നാളെ 5-ാം തീയതി എന്ന് പറയുന്ന ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നബിദിനും പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഓണം രണ്ടും ഉണ്ട്. അപ്പോൾ ഞാൻ SITനെ അറിയിച്ചിട്ടുണ്ട്. എനിക്ക് 5-ാം തീയതി ഹാജരാവാൻ പറ്റില്ല. പിന്നെ ശനി ഞായറാണ് ഉള്ളത്. പിന്നെ വ്യക്തിപരമായ അസൗകര്യമുണ്ട് എന്നറിയിച്ചപ്പോൾ SITയുടെ ഭാഗത്ത് വന്ന പ്രതികരണം എന്തായിരുന്നു? എന്തായാലും ഹാജരായില്ലെങ്കിൽ നിയമ നടപടി ഉണ്ടാവും എന്നുള്ളതാണ് പറഞ്ഞത്. അത് ഞാൻ നേരിടാൻ തയ്യാറാണ്. അത് കുഴപ്പമില്ല. അപ്പോൾ എന്താണ്, തിങ്കളാഴ്ച നമ്മൾ പോയിട്ട് ഹാജരാവും ആ വിഷയത്തിൽ. പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വിഷയത്തിൽ കൃത്യമായും സത്യസന്ധമായിട്ടാണ് നമ്മളെല്ലാവരും ഇതിന് എതിരെ നിന്നത്. ഇപ്പം ഉള്ളത് പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആക്ഷൻ കമ്മിറ്റി കേരളത്തിൽ ഉണ്ടാക്കിയതാണ് ഇപ്പോൾ ഒരു വലിയൊരു പ്രശ്നമായത്. ആക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കണമല്ലോ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലുള്ള ആളുകളും ഈ ഒരു കൊലപാതകങ്ങളിൽ അവരെയും കൂടി കുഴിച്ചു മൂടപ്പെട്ടെന്ന് ശുചീകരണ തൊഴിലാളി പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ കേരളത്തിൽ ഇങ്ങനെ ഒരു ആക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ആക്ഷൻ കമ്മിറ്റി ഇപ്പം കൃത്യമായിട്ട് ഈ പല കാര്യങ്ങളും പുറത്ത് കൊണ്ടുവന്നതുമാണ്. പല കാര്യങ്ങളും കർണാടകയിൽ നടക്കുന്ന വിഷയങ്ങൾ ഞാൻ കൃത്യമായിട്ട് എൻ്റെ ചാനലിലൂടെ ജനങ്ങളെ അറിയിക്കുന്നുണ്ട്. അത് ഒരു തരത്തിൽ ഇവരെ അസ്വസ്ഥതപ്പെടുത്തുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഈ വിഷയത്തിൽ എന്താണ്, ജസ്റ്റിസ് ഫോർ സൗജന്യൻ്റെ ആളുകളെ പലരെയും ചോദ്യം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വിഷയത്തിൽ കൃത്യമായി കേരളത്തിൽ നിന്നുള്ള പല ആളുകളും പല രീതിയിൽ പല അപപ്രചരണങ്ങൾ നടത്തുന്നുണ്ട്. അപ്പോൾ അതിന് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, അവർ പറയുന്നതിൽ ഒരു കാരണം ഞാനിത് എന്തുകൊണ്ട് കൊണ്ടുവന്ന് സമൂഹത്തിൻ്റെ മുന്നിലേക്ക് എന്നുള്ള അതിനെനിക്ക് കൃത്യമായ കാരണങ്ങളും എൻ്റെ അടുത്ത് അതിനുള്ള എല്ലാ രേഖകളും ഉണ്ട്. ഈ പ്രതിരോധത്തിലായ കർണാടക പോലീസ് നിങ്ങൾക്കെതിരെ പ്രതികാരം തീർക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഏതാണെന്നുള്ളത് ഇപ്പോൾ അവിടെ SITൻ്റെ മുന്നിൽ പോയി നോക്കിയാലേ ഇപ്പോൾ കാര്യങ്ങൾ അറിയാൻ പറ്റുള്ളൂ. ഞാൻ അതിനെ ഏത് തരത്തിലും നേരിടാൻ തയ്യാറാണ്. ഞങ്ങളെ ഈ സംഘടന ജസ്റ്റിസ് ഫോർ സൗജന്യൻ്റെ കൂടെ തന്നെ ഇവിടെ അതേമാതിരി പാരലായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. അപ്പോൾ ധർമ്മസ്ഥല കൂട്ടകൊലപാതക ആക്ഷൻ കമ്മിറ്റി ഇവിടെ നിലവിലുണ്ട്. ഈ കമ്മിറ്റിയിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ആ കാര്യങ്ങൾ തുടർന്ന് ചെയ്തുകൊണ്ടേ നിൽക്കും. ഈ കേസിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ചിന്നയുടെ വെളിപ്പെടുത്തലാണ്, കോടതിയിൽ നൽകിയിരിക്കുന്ന മൊഴിയാണ്. ആ മൊഴിയിൽ പറഞ്ഞിരിക്കുന്ന 13 സ്ഥലങ്ങൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ മാർക്ക് ചെയ്ത സ്ഥലങ്ങളിൽ നിന്ന് ഒരു സ്ഥലത്തു നിന്ന് പോലും ഏതെങ്കിലും തരത്തിലുള്ള മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് തെറ്റാണ്, 100% തെറ്റാണ്. പല സ്ഥലത്തു നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പം തന്നെ കർണാടക ആഭ്യന്തരമന്ത്രി തന്നെ അവരെ വിധാൻ സൗധ എന്ന് പറയും, അവിടെ വെച്ചിട്ട് ഈ വിധാൻ സൗധയിൽ വെച്ചിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് 2-3 സ്ഥലത്തു നിന്ന് ഈ മൃതദേഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതിപ്പം FICT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇവരെ ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റിൽ ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ശാസ്ത്രീയ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ ഞാൻ കൃത്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ മൃതദേഹങ്ങളുടെ അവശിഷ്ടങ്ങളോ അതോ മണ്ണിൻ്റെ സാമ്പിളോ കൊണ്ടുപോയതിൻ്റെ ഒരു റിസൾട്ട് പോലും ഇതുവരെ പുറത്തു വിട്ടിട്ടില്ല, കിട്ടിയിട്ടുമില്ല. അതായത് ഫോറൻസിക് പരിശോധന ഫലം ഇതുവരെ പുറത്തു വന്നിട്ടില്ല, ഇതുവരെ ലഭിച്ചിട്ടില്ല, SITക്ക് ലഭിച്ചിട്ടില്ല. പക്ഷേ ഇവിടെയുള്ള കുറേ മാധ്യമങ്ങൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് കിട്ടിയ അസ്ഥികൂടങ്ങൾ ആണിൻ്റേതാണ്, അങ്ങനെ പല രൂപത്തിലാണ് ഇവിടെ സംസാരിക്കുന്നത്. സത്യത്തിൽ ഇതുവരെ SIT ഈ കാര്യങ്ങളൊന്നും SITക്ക് പോലും ഈ റിസൾട്ടുകൾ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് സത്യം.
താങ്കൾക്ക് ഇക്കാര്യത്തിൽ എന്താണ് പറയാനുള്ളത്? അല്ല, ഇതിൽ പ്രധാനമായിട്ടും വളരെ ആസൂത്രിതമായിട്ട് ഈ കേസിനെ അട്ടിമറിക്കാൻ പ്രധാനമായും കേരളത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു ആസൂത്രിതമായ നീക്കം നടക്കുന്നുണ്ട്. SIT ഒരു വിവരവും പുറത്തുവിടാതെ, ആധികാരികമായിട്ട് ഒരു രേഖയും കൈവശമില്ലാതെ ഈ കേസിനെ അട്ടിമറിക്കുന്ന തരത്തിലുള്ള നിരവധിയായ പ്രചാരണങ്ങൾ കേരളത്തിലുടനീളം യൂട്യൂബ് ചാനലുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്നുണ്ട്. അതിൽ യാഥാർത്ഥ്യം എന്താണ് എന്ന് ജനങ്ങൾ തിരിച്ചറിയണം. SIT ആണ് ഇതിൽ ആധികാരികമായിട്ടൊരു വിവരം പുറത്തുവിടേണ്ട അതോറിറ്റി. അവരിതിനെ സംബന്ധിച്ച് ഒരു വിവരവും ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഫോറൻസിക് പരിശോധന ഉൾപ്പെടെയുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. മൊഴി മാറ്റിയിരിക്കുന്നു, ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ വ്യാപകമായിട്ട് ആസൂത്രിതമായിട്ടുള്ള ഒരു സ്റ്റോറി ബിൽഡ് ചെയ്തുകൊണ്ട് ഒരു നറേറ്റീവ് സൃഷ്ടിക്കാനുള്ള ശ്രമം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അതിൽപ്പെട്ടതാണ് ഈ പറയുന്ന മഹേഷ് ഷെട്ടി തിമറുടിയെ അടക്കം അറസ്റ്റ് ചെയ്തു എന്നുള്ള വാർത്ത. മഹേഷ് ഷെട്ടിയെ അറസ്റ്റ് ചെയ്തത് RSSൻ്റെ നേതാവ് BL സന്തോഷുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പേരിൽ അദ്ദേഹം നടത്തിയ ചില പരാമർശത്തിൻ്റെ പുറത്തുള്ള ഒരു FIR ആണ്. അതിന് പിറ്റേന്ന് തന്നെ ജാമ്യം ലഭിക്കുകയും അദ്ദേഹം പുറത്തിറങ്ങുകയും ചെയ്തു. പക്ഷേ ഈ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയ വാർത്ത പുറത്തു വന്നില്ല എന്ന് മാത്രമല്ല, അറസ്റ്റ് ചെയ്തത് ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ട വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന പ്രചാരണമാണ് നടക്കുന്നത്. ഇത്തരത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട ആളുകളെ പല കേസുകളായി അറസ്റ്റ് ചെയ്യുകയും ജയിലിൽ അടയ്ക്കുകയൊക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഈ കേസിനെ താങ്കൾ സമീപിക്കുന്നത്? തീർച്ചയായിട്ടും ഞാൻ 100% വിശ്വസിക്കുന്നുണ്ട് SITനെ. SIT എന്തായാലും ഈ വിഷയത്തിൽ എല്ലാവരെയും ചോദ്യം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വേറൊരു വിഷയമുണ്ട്. ഇപ്പോൾ അടുത്തൊരു സ്ത്രീ വന്നിട്ട് പറഞ്ഞു, സൗജന്യനെ തട്ടിക്കൊണ്ടുപോകുന്ന സമയത്ത് ഒരു വിക്കുള്ള ഒരു ആളെ ഞാൻ ആ സമയത്ത് കണ്ടിരുന്നു, അയാൾ എന്നോട് സംസാരിച്ചിരുന്നു എന്നുള്ള. ഇന്നലെ ആ വിക്കുള്ള ആളെ കണ്ടെത്തുകയും അയാളാണ് എന്താക്കിയത്, ഈ സൗജന്യൻ്റെ കൊലപാതകം നടത്തിയത് ഒരു റാവു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാനസിക തകരാറുള്ള ആളാണെന്ന് പറഞ്ഞിട്ട് പോലീസിനെ ഏൽപ്പിച്ചത്. ഈ പോലീസിനെ ഏൽപ്പിച്ചതിൽ 4 ആളുകളിൽ ഒരാൾക്ക് വിക്കുണ്ടായിരുന്നു. ആ ആളെ ഇന്നലെ ചോദ്യം ചെയ്ത്. അപ്പോൾ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഈ തരത്തിൽ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഏത് തരത്തിലുള്ള അന്വേഷണമാണെന്നുണ്ടെങ്കിൽ ഞങ്ങളെപ്പോലത്തെ ആളുകൾ ഇതിന് 100% സഹകരിക്കുന്നുണ്ട്. ഇത് സത്യം എന്തായാലും 100% പുറത്തു വരും. അതിനൊരു സമയമുണ്ട്. കോടതി ഇവർക്ക് 90 ദിവസത്തെ സമയമാണ് SITക്ക് കൊടുത്തത്. ആ സമയമാകുമ്പോഴത്തേക്കും എല്ലാവിധ ഈ കേസുമായി ബന്ധപ്പെട്ട എല്ലാ ആളുകളെയും ചോദ്യം ചെയ്യും. ആ ആളുകളിൽ നിന്ന് എല്ലാ വിവരങ്ങളും ശേഖരിച്ചതിന് ശേഷം 90 ദിവസത്തിന് ശേഷം ഒരു റിപ്പോർട്ട് കൊടുക്കും. ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് നിരവധി ദുരൂഹതകൾ ഇപ്പോഴും തുടരുകയാണ്. ഇതിൽ ഒന്ന്, ധർമ്മസ്ഥല ക്ഷേത്രത്തെ നശിപ്പിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് എന്നുള്ള ആരോപണം ഒരു വശത്ത് ഉയരുന്നു. അതേസമയത്ത് ഈ കേസിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആളുകളെ രക്ഷപ്പെടുത്താനുള്ള നീക്കമാണ് ഇതിൻ്റെ ഭാഗത്ത് നടക്കുന്നത്, മറുഭാഗത്ത് നടക്കുന്നത് എന്നുള്ള ഒരു ആരോപണങ്ങൾ കൂടി ഉയരുന്നു. ഏതായാലും ഇത് സംബന്ധിച്ചുള്ള അന്വേഷണങ്ങൾ നടക്കേണ്ടതുണ്ട്. കൃത്യമായ അന്വേഷണം തന്നെയാണ് നടക്കേണ്ടത്. അത്തരത്തിൽ 100-ലധികം സ്ത്രീകളെ അവിടെ കുഴിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്, അത് കണ്ടെത്തേണ്ടതുണ്ട്. അതേസമയത്ത് ക്ഷേത്രത്തെ ഏതെങ്കിലും തരത്തിൽ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതും കണ്ടെത്തേണ്ടതുണ്ട്. അത് ആരുടെ ഭാഗത്തുനിന്നാണ് എന്നുള്ളതാണ് പ്രശ്നം. ഏതായാലും ഇപ്പോൾ കർണാടക പോലീസ് മനാഫിന് നോട്ടീസ് അയച്ചിട്ടുണ്ട്. തൻ്റെ കയ്യിലുള്ള തെളിവുകൾ, ഡിജിറ്റൽ തെളിവുകളടക്കം ഹാജരാക്കണമെന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്ത് നൽകിയിരിക്കുന്നത്. ഏതായാലും നാളെ മനാഫ് ഹാജരാകുന്നില്ല. അടുത്ത ദിവസം, അതായത് തിങ്കളാഴ്ചയോട് കൂടിയാണ് മനാഫ് ഹാജരാകാമെന്ന് SITയെ അറിയിച്ചിരിക്കുന്നത്. ഇതിൽ പോലീസ് എന്ത് നടപടിയെടുക്കും എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും സംശയമുണ്ട്.